സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയ വീഡിയോ തുടങ്ങുന്നത് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. മറ്റേത് വണ്ടിയെക്കുറിച്ചല്ല, എല്ലാ ദിവസവും മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് ചെന്നൈയിലേക്ക് പോകുന്ന മംഗലാപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് മെയിൽ എക്സ്പ്രസിനെ കുറിച്ചാണ്. ഈ വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ട്രെയിനിൽപ്പെട്ട ട്രെയിനാണ്. ഈ ട്രെയിനിൻ്റെ നമ്പർ 12601, 12602 എന്നാണ്. ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് സർവീസ് നടത്തുന്നത് 1867 ജൂലൈ 1 അഥവാ 158 വർഷത്തിലധികം പഴക്കമുള്ളൊരു ട്രെയിന്. ഇതിൻ്റെ തുടക്കത്തിൽ മദ്രാസിലെ റോയാപുരം മുതൽ കോഴിക്കോടിലെ കല്ലായി അല്ലെങ്കിൽ ബേപ്പൂർ വരെയായിരുന്നു ഇത് ഓടിയിരുന്നത്. ആദ്യ സമയത്ത് ഇതിന് ഒരു പേരും ഉണ്ടായിരുന്നില്ല. പിന്നീട് മലബാർ എക്സ്പ്രസ് എന്ന പേരിലേക്ക് മാറ്റുകയും 1887 മുതൽ ഇത് മംഗലാപുരം ചെന്നൈ മെയിൽ എന്ന പേരിലേക്ക് സ്വീകരിച്ചു. 1907 നേത്രാവതി പാലം അഥവാ മംഗലാപുരത്തിലേക്ക് പ്രവേശിക്കുന്ന നേത്രാവതി പാലം പൂർത്തിയായതോടുകൂടെ ഇത് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നീട്ടുകയായിരുന്നു. ആ കാലഘട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായ ഒരു ട്രെയിനായിരുന്നു ഇത്. ഇതിൻ്റെ ഒരു ചരിത്രം കൂടി പറയാനുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് എൻജിൻ ഉപയോഗിച്ച് ഓടിയ ട്രെയിനുകളിൽ ഒന്നാമത്തതാണ് ഈ മെയിൽ. അതുപോലെ തന്നെ ഈ ട്രെയിന് 12685, 12686 എന്നതിനെ നോക്കുമ്പോൾ ഇതിപ്പം ഈ വണ്ടി പുതിയതായിട്ട് വന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞ 685, 686 എന്ന വണ്ടി പുതിയതായിട്ട് വന്നതാണ്. ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് ഏറ്റവും നല്ല കംഫർട്ടോടുകൂടെ ഈ വണ്ടിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതായത് ഈ വണ്ടി പുതിയ ടെക്നോളജിയായ LHBയിലായിരുന്നു ഇപ്പോൾ ഉള്ളത്. മറ്റ് രണ്ട് വണ്ടികൾ അഥവാ മംഗലാപുരം വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റും അതുപോലെ തന്നെ മംഗലാപുരം ചെന്നൈ മെയിലും, ഈ രണ്ട് വണ്ടിയും ഇപ്പോൾ ICF കോച്ചിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോ കഴിഞ്ഞ് ജനുവരി 17 ഈ രണ്ട് വണ്ടിയും LHBയിലേക്ക് കൺവേർട്ടാകുമെന്ന് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരുപാട് ചരിത്ര കഥകളുണ്ട്, അഥവാ അപകടത്തിൻ്റെ ഒരുപാട് ചരിത്ര കഥകളുണ്ട്. 2001 കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ബോർഡറായ കടലുണ്ടിയിൽ ഈ വണ്ടിക്കൊരു ദുരന്തമുണ്ടായിട്ടുണ്ട്. അഥവാ 140 വർഷം പഴക്കമുള്ള പാലത്തിൻ്റെ ഒരു തൂണ് അപ്പോൾ ശക്തമായ ഒഴുക്ക് കാരണം ഇടിച്ച് പോവുകയാണ്. അത് കാരണം ട്രാക്കിൻ്റെ വ്യതിയാനം സംഭവിക്കുകയും ട്രെയിനിൻ്റെ പാളം തെറ്റുകയും 6 കോച്ചുകളോളം പാളം തെറ്റി അതിൽ 3 കോച്ചുകൾ പുഴയിലേക്ക് മറിയുകയും 59 പേർ മരണപ്പെടുകയോ അല്ലെങ്കിൽ അവരെ കാണാതാവുകയോ അവരെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് കിട്ടാതെ ഇരിക്കുകയും 117 മുതൽ 300 വരെ ആളുകൾക്ക് പരിക്കേറ്റതായിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് അപകട സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ 2019 ഷൊർണൂരിനടുത്ത് പാളം തെറ്റിയിട്ട് എഞ്ചിനോട് ചേർന്നുള്ള SLRD കോച്ചും പാഴ്സൽ വാനും അഥവാ ലഗേജ് കൊണ്ടുപോകുന്ന അതും ഒരുപാട് അപകടമുണ്ടാവുകയും ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2024 മാർച്ച് കാസർഗോഡ് സ്റ്റേഷനിൽ 10 മിനിറ്റിനിടയിൽ സമീപത്തും ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. ട്രെയിനിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് തെറിച്ചു വീഴുകയും വീണ് ആ വിദ്യാർത്ഥി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റേഷനിൽ വെള്ളം വാങ്ങാൻ ഇറങ്ങിയ ഇതര സംസ്ഥാന തൊഴിലാളി പുറപ്പെട്ടപ്പോൾ ഓടിക്കയറുന്നതിനിടയിൽ ട്രെയിനിൻ്റെ ഇടയിലും പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിലുമായിട്ട് കുടുങ്ങിയിട്ട് മരണപ്പെട്ടതും ഈ വണ്ടിയിലാണ്. അങ്ങനെ ഒരുപാട് ദുരന്ത കഥകൾ പറയാനുള്ള
ഈ ട്രെയിൻ ജനുവരി 17 LHBയിലേക്ക് കൺവേർട്ട് ആവുകയാണ്. ഇനി ഈ വണ്ടി മംഗലാപുരത്തിൻ്റെ വണ്ടിയാണ്, അഥവാ പാലക്കാട് ഡിവിഷനിലെ മംഗലാപുരം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന വണ്ടി. മംഗലാപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുമ്പോൾ നിർത്തുന്ന സ്റ്റോപ്പുകളും അവിടെ എത്തിച്ചേരുന്ന സമയം നോക്കിയാലോ. എല്ലാ ദിവസവും 1:55 മംഗലാപുരം സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് 2:09 മഞ്ചേശ്വരം, 2:33 കാസർഗോഡ്, 2:53 കാഞ്ഞങ്ങാട്, 3:09 ചെറുവത്തൂർ, 3:23 പയ്യന്നൂർ, 3:34 പഴയങ്ങാടി, 3:57 കണ്ണൂർ, 4:18 തലശ്ശേരി, 4:29 മാഹി, 4:43 വടകര, 5:04 കൊയിലാണ്ടി, 5:27 കോഴിക്കോട്, 5:44 ഫറോക്ക്, 6:04 പരപ്പനങ്ങാടി, 6:14 താനൂർ, 6:28 തിരൂർ, 6:48 കുറ്റിപ്പുറം, 9:08 പട്ടാമ്പി, 7:30 ഷൊർണൂർ ജംഗ്ഷൻ, 7:54 ഒറ്റപ്പാലം, 8:27 പാലക്കാട് ജംഗ്ഷൻ, 9:59 പോത്തന്നൂർ ജംഗ്ഷൻ, 10:48 തിരുപ്പൂർ, 11:35 ഈറോഡ് ജംഗ്ഷൻ, 12:37 സേലം ജംഗ്ഷൻ, 2:38 ജോളാർപേട്ട ജംഗ്ഷൻ, 3:48 കട്പാടി ജംഗ്ഷൻ, 4:08 വലാജ റോഡ് ജംഗ്ഷൻ, 4:38 അരക്കോണം ജംഗ്ഷൻ, 5:03 തിരുവള്ളൂർ, 5:33 പെരമ്പൂർ, 6:10 ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ്റെ പേരായ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തലോടുകൂടി ഇതിൻ്റെ യാത്ര അവസാനിക്കുകയാണ്. അതേപോലെ തന്നെ ഈ വണ്ടി ചെന്നൈയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ നിർത്തുന്ന സ്റ്റോപ്പുകളും എത്തിച്ചേരുന്ന സമയം നോക്കിയാലോ. അതിനു മുമ്പ് ഈ വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനോ ഒക്കെ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവുകയും പുതിയ കണ്ടൻറ്റുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനി എല്ലാ ദിവസവും രാത്രി 8:10 ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടി 8:48 തിരുവള്ളൂർ, 9:13 അരക്കോണം ജംഗ്ഷൻ, 9:43 വലജ റോഡ് ജംഗ്ഷൻ, 10:13 കട്പാടി ജംഗ്ഷൻ, 10:23 ജോളാർപേട്ട ജംഗ്ഷൻ, 12:52 സേലം ജംഗ്ഷൻ, 1:50 ഈറോഡ് ജംഗ്ഷൻ, 2:38 തിരുപ്പൂർ, 3:34 പോത്തന്നൂർ ജംഗ്ഷൻ, 4:32 പാലക്കാട് ജംഗ്ഷൻ, 4:59 ഒറ്റപ്പാലം, 5:35 ഷൊർണൂർ ജംഗ്ഷൻ, 5:54 പട്ടാമ്പി, 6:14 കുറ്റിപ്പുറം, 6:28 തിരൂർ, 6:39 താനൂർ, 6:49 പരപ്പനങ്ങാടി, 7:09 ഫറോക്ക്, 7:27 കോഴിക്കോട്, 7:49 കൊയിലാണ്ടി, 8:08 വടകര, 8:22 മാഹി, 8:33 തലശ്ശേരി, 9:12 കണ്ണൂർ, 9:34 പഴയങ്ങാടി, 9:48 പയ്യന്നൂർ, 10:04 ചെറുവത്തൂർ, 10:23 കാഞ്ഞങ്ങാട്, 10:43 കാസർഗോഡ്. 12:05 ഈ വണ്ടി അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനായ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതിൻ്റെ ചെറിയൊരു ഡ്രോബാക്ക് കാണാറുണ്ട്, അഥവാ ഈ വണ്ടി ഓടുന്ന സമയത്ത് ഇതിൻ്റെ ജനറലിൻ്റെ പകുതി ഭാഗവും, അഥവാ 4 ബോഗിയാണ് ഇതിന് ജനറലുള്ളത്. അതിലെ ഒരു കോച്ചിൻ്റെ പകുതി മുക്കാലും പിന്നെ ഇന്ത്യൻ പോസ്റ്റിൻ്റെ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും യാത്രക്കാർക്ക് അത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനൊരു പരിഹാരം കാണണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ കോച്ചിങ് കോമ്പസിഷൻ നോക്കുകയാണെങ്കിൽ 9 സ്ലീപ്പറും 5 തേർഡ് AC-യും 1 സെക്കൻഡ് AC-യും 1 HA1 കോച്ചും, അഥവാ ഫസ്റ്റ് AC കം സെക്കൻഡ് AC, പകുതി ഫസ്റ്റ് AC-യും പകുതി സെക്കൻഡ് AC-യും ഉള്ളൊരു കോച്ചാണ് അത് ഒന്നും 4 അൺറിസർവ്ഡ് കോച്ചും 2 അംഗവൈകല്യമുള്ളവർക്കുള്ള കോച്ചുമാണുള്ളത്.
അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫെയർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എ സിക്ക് 3000 രൂപയും സെക്കൻഡ് എ സിക്ക് 1795 രൂപയും തേർഡ് എ സിക്ക് 1270 രൂപയും സ്ലീപ്പറിന് 485 രൂപയും ജനറലിന് 270 രൂപയുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടി മംഗലാപുരത്തേക്ക് വരുമ്പോൾ 15 മണിക്കൂറും 55 മിനിറ്റും ചെന്നൈയിലേക്ക് പോകുമ്പോൾ 16 മണിക്കൂറും 15 മിനിറ്റുമാണ് എടുക്കുന്നത്. 33 സ്റ്റോപ്പുകളാണ് 889 കിലോമീറ്ററിൻ്റെ അടുക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബായ്.